2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം വായിക്കാം. എന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. പൗലോസ്ലീഹയുടെ ഒരു അടുത്ത ശിഷ്യനായിരുന്നു ദേമാസ്. വർഷങ്ങളോളം പൗലോസ്ലീഹയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനായിരുന്നു ശരിക്കും ദേമാസ് എന്ന് പറയുന്ന ശിഷ്യൻ. പക്ഷേ അവന് വിട്ടുപോകുന്നു. പൗലോസ്ലീഹയെ വിട്ടുപോയതിനെ കുറിച്ച്, ആ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ. ലോകാരൂപി വന്നിട്ട് പൗലോസ്ലീഹയുടെ ശിഷ്യനായിരുന്ന, അടുത്ത ശിഷ്യനായിരുന്ന ദേമാസ് ലോകാരൂപി കൊണ്ടുപോകണം. അതിന് തിന്മ പിശാച് കൊണ്ടുപോകണം. അവൻ്റെ ഉള്ളിൽ ഈ പൗലോസിന്റെ കൂടെ നടക്കുമ്പോൾ ലോകാരൂപിയുണ്ട്, ഒരു കൊതിയുണ്ട്. പണത്തോടോ സുഖത്തോടോ എന്തിനും തിന്മയോടോ എന്തിനോ അവനുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ അവൻ പൗലോസ്ലീഹയെ പോലും ഇട്ടിച്ചു പോകുന്ന ഒരു ദേമാസ് എന്ന ശിഷ്യനെ കുറിച്ച് വരും. അതാണ് ഈ ബന്ധനം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെ. സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയും വരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ചയായിട്ടും കർത്താവ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റായിട്ട് പറഞ്ഞു കർത്താവ് നിന്നെ ശിക്ഷിക്കുമെന്ന്. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരും. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. കുമ്പസാരക്കൂടുണ്ടല്ലോ, ഒരു ധ്യാനോട് കൂടാമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആണ് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാം, വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിലത് ഉപകരിക്കുകയില്ല. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിലത് ഉപകരിക്കുകയില്ല. ബന്ധനം ഇതാണ്. അതാണ് ഇവിടെ അനുദപിക്കണം. ഇത് നന്നായിട്ട് അനുദപിക്കണം. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം.